So, hi all. ഇപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ലോജിക് ഗേറ്റ്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ എന്താണ് ലോജിക് ഗേറ്റ് എന്ന് പറഞ്ഞാൽ? ലോജിക് ഗേറ്റ് എന്ന് പറഞ്ഞാൽ സിംപ്ലി ഒരു ഇലക്ട്രോണിക് സർക്യൂട്ട് ആണ്. ലോജിക്കൽ ഡിസിഷൻസ് അഥവാ തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ള ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ലോജിക് ഗേറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ സാധാരണ ഒരു ഫിസിക്കൽ സ്വിച്ച് പോലെ ഡിജിറ്റൽ സർക്യൂട്ടിൽ ആക്ട് ചെയ്യുന്ന ഇലക്ട്രോണിക് സർക്യൂട്ടുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലോജിക് ഗേറ്റുകൾ എന്ന് പറയുന്നത്. നമ്മൾ ഒരു ഡിജിറ്റൽ സർക്യൂട്ടിൽ ഒറ്റ ഇലക്ട്രോണിക് സർക്യൂട്ടായ ലോജിക് ഗേറ്റ് ആയിരിക്കില്ല ഉപയോഗിക്കുന്നത്. നമ്മൾ മൾട്ടിപ്പിൾ ലോജിക് ഗേറ്റ്സ് ഉപയോഗിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ഒരു ഡിജിറ്റൽ സർക്യൂട്ട് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ലോജിക് ഗേറ്റിന് ഒന്നിലധികമോ ഇൻപുട്ട് ഉണ്ടാകാറുണ്ട്, പക്ഷെ ഒറ്റ ഔട്ട്പുട്ട് ആയിരിക്കും ഉണ്ടാവുക. It has one or more inputs but only one output. നമ്മുടെ ലോജിക് ഗേറ്റ്സ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ബൈനറി സിസ്റ്റം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്. ഓക്കെ, അതായത് ബൈനറി സിസ്റ്റത്തിനകത്ത് റാഡിക്സ് 2 ആണ് അല്ലെ. ഇപ്പൊ 2 ഡിജിറ്റ്സ് ആണ് അതിനകത്തുള്ളത്, 0യും 1ഉം. ഇതിൽ 0 സ്റ്റേറ്റ് റെപ്രസെന്റ് ചെയ്യുന്നത് ലോ സ്റ്റേറ്റിനെയാണ് അല്ലെങ്കിൽ ഓഫ് സ്റ്റേറ്റിനെയാണ്. ആ സർക്യൂട്ടിലുള്ള 0 വോൾട്ട് ആയിരിക്കും 0 സ്റ്റേറ്റ് അഥവാ മിനിമം സ്റ്റേറ്റിനെ കറസ്പോണ്ട് ചെയ്യുന്നത്. ഇനി ആ സർക്യൂട്ടിലുള്ള മാക്സിമം വോൾട്ടേജ് ഇപ്പൊ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന +5 വോൾട്ട് ആണ്. അതായത് ആ സർക്യൂട്ടിൽ കിട്ടുന്ന ഏറ്റവും ഹൈ വോൾട്ടേജിന് +5 വോൾട്ട് എന്നും ഏറ്റവും ലോ വോൾട്ടേജിന് 0 വോൾട്ട് എന്നും ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ +5 എന്ന് കാണിക്കുന്നത് അതിന്റെ ഓൺ സ്റ്റേറ്റും അതിന്റെ ഓഫ് സ്റ്റേറ്റ് കാണിക്കുന്നത് 0 വോൾട്ടും ആയിരിക്കും. ഓക്കെ, ഈ +5 വോൾട്ട് അല്ലെങ്കിൽ ഓൺ സ്റ്റേറ്റിനെ നമ്മൾ ബൈനറി നമ്പർ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുമ്പോൾ 1 അഥവാ ഹൈ എന്നും, ദെൻ 0 വോൾട്ട് അല്ലെങ്കിൽ ഓഫ് സ്റ്റേറ്റിനെ ബൈനറി നമ്പർ റെപ്രസെന്റ് ചെയ്യുമ്പോൾ 0 അഥവാ ലോ എന്നും വിളിക്കുന്നു. ഇനി ഒരു ലോജിക് ഗേറ്റിന്റെ ഓപ്പറേഷൻ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ ട്രൂത്ത് ടേബിൾ ഉപയോഗിക്കും, ഇല്ലെങ്കിൽ ബൂളിയൻ ആൾജിബ്ര ഉപയോഗിക്കും. ഓക്കെ, ഒരു ലോജിക് ഗേറ്റ് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനനുസരിച്ച് ഒരു ലോജിക് ഗേറ്റ് എങ്ങനെ പെരുമാറുന്നു, അതിന്റെ ഓപ്പറേഷൻ എങ്ങനെയാണ്, ഇൻപുട്ടിനനുസരിച്ച് ഔട്ട്പുട്ടിന് എന്ത് വേരിയേഷൻ ആണ് ഉണ്ടാകുന്നത് മുതലായ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്ത് തരുന്നത് അതിന്റെ ട്രൂത്ത് ടേബിൾ അല്ലെങ്കിൽ അതിന്റെ ബൂളിയൻ എക്സ്പ്രഷൻ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം 3 ബേസിക് ലോജിക് ഗേറ്റ്സിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. There are 3 fundamental logic gates used to build any digital system. ഏതൊക്കെയാണ് 3 ഫണ്ടമെന്റൽ ലോജിക് ഗേറ്റ്സ്? 1 ഓർ ഗേറ്റ്, 2 ആൻഡ് ഗേറ്റ്, 3 നോട്ട് ഗേറ്റ്. ഓർ ഗേറ്റ് ചെയ്യുന്നത് അഡീഷൻ ഓപ്പറേഷൻ ആയിരിക്കും, ആൻഡ് ഗേറ്റ് ചെയ്യുന്നത് മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ ആയിരിക്കും, നോട്ട് ഗേറ്റ് ചെയ്യുന്നത് ലോജിക്കൽ ഇൻവേർഷൻ ആയിരിക്കും. അതായത് ഇവിടെ അഡീഷനും മൾട്ടിപ്ലിക്കേഷനും ഇൻവേർഷനും ഒക്കെ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് സർക്യൂട്ട്സിനെ ആയിരിക്കും. ഓക്കെ, നമുക്ക് ആദ്യത്തെ ബേസിക് ലോജിക് ഗേറ്റ് ആയ ഓർ ഗേറ്റിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാം, പഠിക്കാം. അപ്പൊ ആദ്യത്തെ ഏതാ? ഓർ ഗേറ്റ് അല്ലെ. ദ ഓർ ഗേറ്റ്, ദ ഔട്ട്പുട്ട് ഇസ് ഹൈ ഇഫ് എനി വൺ ഓർ ഓൾ ഇൻപുട്സ് ആർ ഹൈ. അപ്പൊ ഈ ഓർ ഗേറ്റ് എന്ന് പറയുന്ന ഈ ഗേറ്റില് പ്രത്യേകത എന്താണ്? ദ ഔട്ട്പുട്ട് ഇസ് ഹൈ ഇഫ് എനി വൺ ഓർ ഓൾ ഇൻപുട്സ് ആർ ഹൈ. ഏതെങ്കിലും ഒരു ഇൻപുട്ടോ അല്ലെങ്കിൽ എല്ലാ ഇൻപുട്ടോ ഹൈ ആയിരിക്കുന്ന സമയത്ത് മാത്രമേ ഓർ ഗേറ്റ് എന്ത് ചെയ്യുന്നുള്ളൂ? ഔട്ട്പുട്ട് തരുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ അതിലേക്ക് വരാം. അതിനു മുന്നേ ഈ ഓർ ഗേറ്റ് നമ്മളിങ്ങനെ എഴുതി ഇതിനെങ്ങനെയാണ് നമ്മൾ ഒരു സർക്യൂട്ട് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ദ ഓർ ഗേറ്റിനെ സിമ്പിൾ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇതിന് 2 ഇൻപുട്സ് കാണും, എ എന്നും ബി എന്നും. ദ ഔട്ട്പുട്ട് ഇവിടെ y എന്ന് ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. എയും ബിയും ഇൻപുട്സ് ആണ്, y എന്ന് പറയുന്നത് അതിന്റെ ഔട്ട്പുട്ട് ആണ്. അപ്പൊ ഓർ ഗേറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ എന്താണെന്നറിയോ? ഓർ ഗേറ്റ് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടില് ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആണെങ്കിൽ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആണെങ്കിൽ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. അതാണ് ഈ ഓർ എന്ന് പറയുന്ന എക്സ്പ്രഷൻ വെച്ചിട്ട് തന്നെ അതിനൊന്ന് റിലേറ്റ് ചെയ്ത് വെക്കാം. ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആണെങ്കിൽ ഔട്ട്പുട്ട് ഹൈ ആകുന്ന ഗേറ്റുകളെയാണ്, ലോജിക് ഗേറ്റുകളെയാണ് ഓർ ഗേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യത്തിനെ റെപ്രസെന്റ് ചെയ്യാൻ ഇവിടെ അഡീഷൻ ഓപ്പറേഷൻ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോ ഒരു ഓർ ഗേറ്റിന്റെ ബൂളിയൻ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. അതായത് അതിന്റെ ഔട്ട്പുട്ടിനെയും ഇൻപുട്ടിനെയും തമ്മിൽ റിലേറ്റ് ചെയ്യിക്കുന്ന ഒരു എക്സ്പ്രഷൻ ഇതായിരിക്കും. y is equal to a plus b. എയും ബിയും ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ പ്ലസ് ഓപ്പറേഷൻ അഥവാ അഡീഷൻ ഓപ്പറേഷൻ ആയിരിക്കും ഈ ഒരു ഓർ ഗേറ്റിന്റെ സർക്യൂട്ട് ചെയ്യുക, a plus b. അതായത് ഔട്ട്പുട്ട് y is equal to a plus b. അപ്പൊ അതിന്റെ ബൂളിയൻ എക്സ്പ്രഷൻ ഇങ്ങനെയാണ്. അപ്പൊ എയും ബിയും ഇൻപുട്ട് കൊടുക്കുന്നു, y ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നു. അപ്പൊ നമ്മുടെ ഓർ ഗേറ്റിന്റെ സർക്യൂട്ട് സിമ്പിൾ ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കാറ്. In Boolean algebra, the plus sign does not represent conventional addition. Instead, it refers to logical OR function. അപ്പൊ നമ്മുടെ ബൂളിയൻ ആൾജിബ്രയിൽ അഥവാ നമ്മൾ ഈ ലോജിക് ഗേറ്റ്സ് പഠിക്കുന്ന സെക്ഷനിൽ നമ്മളിവിടെ ഉപയോഗിക്കുന്ന പ്ലസ് സൈൻ എന്ന് പറയുന്നത് സാധാരണ അഡീഷൻ, നമ്മുടെ സാധാരണ ആഡിങ് പ്രോസസ്സിനെ കാണിക്കുന്നതല്ല. പകരം എന്താണ്?
ലോജിക്കൽ ഓർ ഓപ്പറേഷൻ ആണ് ഈ പ്ലസ് എന്ന് പറയുന്ന സിമ്പൽ ഇവിടെ ചെയ്യുന്നത്. ഓർ ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ എന്താ, ഇൻപുട്ടിൽ ഏതെങ്കിലും ഒന്ന് ഹൈ ആവുകയാണെങ്കിൽ ഔട്ട്പുട്ട് ഹൈ ആകും. ഓക്കെ, ഇതാണ് ഓർ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഇലക്ട്രോണിക് സർക്യൂട്ട് ആണ് ഈ ഓർ ഗേറ്റ് എന്ന് പറയുന്നത്. ഓർ ഗേറ്റ് എന്ന് പറയുമ്പോൾ ഇഫ് എനി ഇൻപുട്ട് ഇസ് ഹൈ ദ ഔട്ട്പുട്ട് ഇസ് ഹൈ. ഈ ബൂളിയൻ എക്സ്പ്രഷൻ വെച്ചിട്ട് ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എയും ബിയും നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഇവിടെ ബൈനറി ഇൻപുട്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് അല്ലെ. ബൈനറി നമ്പേഴ്സ് വെച്ചിട്ടുള്ള കളികൾ മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ ബൈനറി നമ്പേഴ്സ് ആയിട്ട് ഞാൻ കൊടുക്കുന്നത് ഒന്നുകിൽ 0 ആയിരിക്കും ഇല്ലെങ്കിൽ 1 ആയിരിക്കും അല്ലെ. അപ്പൊ ഞാൻ ആദ്യം എയിലും ബിയിലും രണ്ടും 0 ഇൻപുട്ടുകളാണ് കൊടുത്തത്. രണ്ടും 0 ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഓർ ഓപ്പറേഷൻ കഴിഞ്ഞ് കിട്ടുന്ന ഔട്ട്പുട്ട് 0 ആയിരിക്കും. കാര്യം ഓർ എന്ന് പറയുന്ന ഫംഗ്ഷൻ എപ്പോഴേ ഔട്ട്പുട്ട് തരുള്ളൂ, രണ്ട് ഇൻപുട്ടും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ എങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് ഹൈ ആയിട്ട് കിട്ടുള്ളൂ. ഇവിടെ ഏതെങ്കിലും ഒന്നെങ്കിലും ഹൈ ആണോ? അല്ല. അപ്പൊ ഔട്ട്പുട്ട് എത്രയാണ്? 0 എന്ന് വരും. ഇനി 0യും 1ഉം ആണെങ്കിലോ, എ ഇൻപുട്ട് 0യും ബി ഇൻപുട്ട് 1ഉം ആണെങ്കിലോ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഹൈ ആയിരിക്കും, അഥവാ 1 ആയിരിക്കും. കാരണം ഇതിൽ ഒരു ഇൻപുട്ട് എന്തായി? ഹൈ ആയി. നെക്സ്റ്റ് 1ഉം 0യും ആണെങ്കിലോ, ഇവിടെ ചെയ്തിരിക്കുന്നത് ഓർ ഓപ്പറേഷൻ, അതാണ് പ്ലസ് സൈൻ കൊണ്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. 1ഉം 0യും ആണെങ്കിലോ ഔട്ട്പുട്ട് എന്തായിരിക്കും? 1 ആയിരിക്കും. ഇനി രണ്ട് ഇൻപുട്സും 1 ആണെങ്കിലോ, രണ്ട് ഇൻപുട്സും 1 ആണെങ്കിൽ ഇവിടെ രണ്ടും ഹൈ അല്ലേ. അപ്പൊ ഔട്ട്പുട്ട് എന്ത് തന്നെ ആയിരിക്കും? ഹൈ ആയിരിക്കും. അപ്പൊ ഒന്നുകിൽ ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഇല്ലെങ്കിൽ രണ്ട് ഇൻപുട്ടും ഹൈ ആണെങ്കിൽ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. ഈ ഓപ്പറേഷനാണ് ലോജിക്കൽ ഓർ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. സർക്യൂട്ട് സിമ്പൽ ഇമ്പോർട്ടന്റ് ആണ്. ഈ പറഞ്ഞ ബൂളിയൻ എക്സ്പ്രഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഈ ബൂളിയൻ എക്സ്പ്രഷൻ ഡിഫറെന്റ് ഇൻപുട്സിന് എഴുതിയതാണ് ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ ട്രൂത്ത് ടേബിൾ നോക്കാം. ട്രൂത്ത് ടേബിൾ എന്ന് പറയുമ്പോൾ വേറൊന്നുമില്ല, 2 ഇൻപുട്ട് ട്രൂത്ത് ടേബിൾ ആണ് ഇവിടെ വരച്ചിരിക്കുന്നത്. അതായത് ഞാൻ ഇൻപുട്ടിൽ എന്തൊക്കെ കൊടുക്കുന്നോ, അതായത് എയിൽ എന്താണോ കൊടുക്കുന്നതെന്ന് ഇവിടെ എഴുതും, ബിയിൽ എന്താണ് കൊടുക്കുന്നതെന്ന് ഇവിടെ എഴുതും. ഇതിന്റെ ഔട്ട്പുട്ട് എന്ത് ചെയ്യും? നമ്മളിവിടെ റെപ്രസെന്റ് ചെയ്യും. ഇൻപുട്ടും എ ആണ്, ഇൻപുട്ട് 0യും ഇൻപുട്ട് ബി 0യും ആണ്. അതായത് രണ്ട് ഇൻപുട്സും 0 ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. 0യും 1ഉം ആണെങ്കിലോ, ഇവിടെ ഒരു ഇൻപുട്ട് ഹൈ ആയി അല്ലേ, അപ്പൊ ഔട്ട്പുട്ടും എന്തായിരിക്കും? ഹൈ ആയിരിക്കും. നെക്സ്റ്റോ 1 0, ഇവിടെയും ഒരു ഇൻപുട്ട് ഹൈ ആണ്, സോ ഔട്ട്പുട്ട് വിൽ ബി ഹൈ. ഇവിടെ ആണെങ്കിലോ രണ്ട് ഇൻപുട്ടും ഹൈ ആണ്, സോ ഔട്ട്പുട്ട് വിൽ ബി ഹൈ. ഇതിനെയാണ് ഓർ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. y is equal to a plus b ആണ് അതിന്റെ ലോജിക്കൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇവിടെ 2-3 ഫിഗേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ രണ്ട് ഡയോഡ്സ് ചേർന്നിട്ടുള്ള ഒരു സർക്യൂട്ട് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഫിഗർ എന്താ കാണിക്കുന്നത്? ഇറ്റ് ഷോസ് വൺ വേ ടു ബിൽഡ് എ 2 ഇൻപുട്ട് ഓർ ഗേറ്റ്. അപ്പോൾ ഒരു 2 ഇൻപുട്ട് ഓർ ഗേറ്റിനെ നമുക്ക് ആക്ച്വലി എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാം എന്നതിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ D1 എന്നും D2 എന്നും പറയുന്ന ഡയോഡുകളാണ്. ഈ ഡയോഡുകൾ എന്ന് പറയുമ്പോൾ ഡയോഡിന് ഒരു പോസിറ്റീവ് എഡ്ജും ഉണ്ട്, ഒരു നെഗറ്റീവ് എഡ്ജും ഉണ്ട് അല്ലെ. അത് നമ്മൾ എന്തെന്ന് പറയും? ആനോഡ് എന്നും കാഥോഡ് എന്നും പറയും. ഇവിടെ ഒരു പോസിറ്റീവും ഉണ്ട്, ഇവിടെ ഒരു നെഗറ്റീവും ഉണ്ട്. ഇവിടെ നോക്കിക്കേ, നമുക്ക് എപ്പോഴാ ഒരു ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ഡയോഡ് പ്രവർത്തിക്കുന്നത്? when it is connected in forward biased അല്ലെ. അതായത് ഇതിന്റെ പി റീജിയനെ നമ്മൾ ബാറ്ററിയുടെ പോസിറ്റീവുമായിട്ടും ഇതിന്റെ നെഗറ്റീവ് റീജിയനെ ബാറ്ററിയുടെ നെഗറ്റീവുമായിട്ട് കണക്ട് ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഒരു ഡയോഡ് ഫോർവേഡ് ബയാസിംഗിലായി എന്ന് നമ്മൾ പറയുന്നത്. ഒരു ഡയോഡിന്റെ പി റീജിയൻ ബാറ്ററിയുടെ പോസിറ്റീവുമായിട്ടും എൻ റീജിയൻ ബാറ്ററിയുടെ നെഗറ്റീവുമായി കണക്ട് ചെയ്യുമ്പോഴാണ് ആ ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നത്, കറണ്ടിനെ കടത്തിവിടുന്നത്. ഇനി തിരിച്ചു കണക്ട് ചെയ്താലോ, അതായത് എൻ റീജിയൻ ബാറ്ററിയുടെ പോസിറ്റീവുമായിട്ടും പി റീജിയൻ ബാറ്ററിയുടെ നെഗറ്റീവുമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഡയോഡ് കറണ്ട് കണ്ടക്ട് ചെയ്യില്ല. അതിനെ റിവേഴ്സ് ബയാസിംഗ് എന്ന് നമ്മൾ പറയും. അപ്പോൾ ഒരു ഡയോഡ്, ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡ് ഫോർവേഡ് ബയാസിംഗിൽ മാത്രമേ കറണ്ടിനെ കടത്തിവിടാറുള്ളൂ. അപ്പൊ നമ്മൾ ഈ ഓർ ഗേറ്റ് ചെയ്യുന്ന ഓപ്പറേഷൻ പ്രാക്ടിക്കലി നമുക്ക് രണ്ട് ഡയോഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെ അച്ചീവ് ചെയ്യാമെന്നാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ രണ്ട് ഡയോഡ്സ് ഉണ്ട്, D1 എന്നും D2 എന്നും. ഇവിടെ എ എന്നും ബി എന്നും പറഞ്ഞ് രണ്ട് ടെർമിനൽസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിരിക്കും നമ്മൾ ഇൻപുട്ട് കണക്ട് ചെയ്യുന്നത്. ഇനി ഇവിടെ നിന്ന് രണ്ടിടത്ത് നിന്ന് ഒരു കോമൺ ടെർമിനലും ഇതിന്റെ ഔട്ട്പുട്ട് നമുക്ക് പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു റെസിസ്റ്ററും കണക്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ലോഡ് റെസിസ്റ്റർ അഥവാ RL എന്ന് പറയുന്നത്. ഇതിന് അക്രോസ് ആയിട്ടായിരിക്കും ഞാൻ ഈ ഔട്ട്പുട്ടിനെ മെഷർ ചെയ്യുന്നത്. ഈ റെസിസ്റ്ററിന്റെ അക്രോസ് ആയിട്ടായിരിക്കും ഞാൻ എന്ത് ചെയ്യുന്നത്? ഔട്ട്പുട്ട് മെഷർ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഒരു +5 വോൾട്ടിന്റെ ബാറ്ററി കൊടുത്തിട്ടുണ്ട്.
അപ്പൊ ഈ ബാറ്ററി എന്ന് പറയുമ്പോഴത്തേക്കും +5 വോൾട്ട്, അതായത് എപ്പോഴെങ്കിലും ഞാൻ ഈ സർക്യൂട്ടിൽ +5 വോൾട്ട് കൊടുക്കുകയാണെങ്കിൽ അതിനർത്ഥം ഞാൻ ആ സർക്യൂട്ടിൽ മാക്സിമം വാല്യൂ അഥവാ നമ്മുടെ ബൈനറി നമ്പർ സിസ്റ്റം അനുസരിച്ച് 1 വാല്യൂ അതിന് സപ്ലൈ ചെയ്തു എന്നർത്ഥം. ഇനി ഞാൻ ഇതിന്റെ ഗ്രൗണ്ടിൽ നിന്നൊരു കണക്ഷൻ ആണ് ഇതിൽ എയിലോ ബിയിലോ കൊടുക്കുന്നതെങ്കിൽ അതിന്റെ അർത്ഥം എന്താ, ഞാൻ 0, ഇത് ഗ്രൗണ്ട് ആണ് കേട്ടോ, ഇങ്ങനെ വരച്ചിരിക്കുന്ന ഗ്രൗണ്ട് ആണ്. അപ്പൊ ഞാൻ അതിന് 0 എന്നായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, എയിലോ ബിയിലോ കണക്ഷൻ കൊടുക്കുന്ന. അതെന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അപ്പോ +5 വോൾട്ടിന്റെ ഈ എൻഡിൽ നിന്ന് കണക്ഷൻ കൊടുത്താൽ 1 ആണ് ഇൻപുട്ട്. ഗ്രൗണ്ടിൽ നിന്നാണ് ഇവിടെ കൊടുക്കുന്നതെങ്കിൽ ഇൻപുട്ട് വിൽ ബി 0. ഔട്ട്പുട്ട് അഥവാ നമ്മുടെ Y കിട്ടുന്നത് ഈ RL അക്രോസ് ആയിട്ടായിരിക്കും. ഓക്കെ, ഇനി ഇതിന്റെ തന്നെ ഒന്നുകൂടെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള, അതായത് ഇത് ചെയ്യുന്ന ഓപ്പറേഷനെ കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്തായിരിക്കും എന്ത് ചെയ്തിരിക്കുന്നത്, ഈ രണ്ടാമത്തെ ഫിഗറിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഒന്നാമത്തെ ഫിഗർ ഒന്ന് എന്ത് ചെയ്യാം, പഠിച്ചിട്ട് വരാം. അപ്പൊ ഒന്നാമത്തെ ഫിഗറിൽ 4 കേസസ് ഉണ്ട്. അതായത് നമ്മൾ നേരത്തെ ട്രൂത്ത് ടേബിളിൽ പറഞ്ഞതുപോലെ 2 ഇൻപുട്ടും 0 ആണ്. 2 ഇൻപുട്ടും 0 ആണെങ്കിൽ ഇവിടെ ഈ ഇൻപുട്ടും 0, എയും 0 ആണ്, ബിയും 0 ആണ്. അതായത് എക്കും ബിക്കും ഞാൻ ഗ്രൗണ്ടിൽ നിന്നുള്ള ഒരു കണക്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് ഒരു ഗ്രൗണ്ടിൽ നിന്ന് ഒരു കണക്ഷൻ എക്ക് കൊടുത്തു, ഇതേ ഗ്രൗണ്ടിൽ നിന്ന് തന്നെ ബിക്കും ഒരു കണക്ഷൻ കൊടുത്തു. അപ്പൊ എന്ത് ചെയ്യുവാടാ, when both inputs are grounded neither diode can conduct. അപ്പൊ എന്ത് വെച്ചാണ്, ഈ രണ്ട് ഡയോഡുകൾ, അതായത് ഈ ഡയോഡിന്റെ പി റീജിയൻ ഇവിടെ ഒരു നെഗറ്റീവ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഒരു 0 പൊട്ടൻഷ്യലിൽ കണക്ട് ചെയ്യപ്പെടുകയാണ്. അതുപോലെ D2 ഒരു 0 പൊട്ടൻഷ്യലിൽ കണക്ട് ചെയ്യുകയാണ്. അപ്പൊ അത് ഫോർവേഡ് ബയാസിംഗ് അല്ല. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യില്ല, കറണ്ട് കടന്നു പോകില്ല. D1ഉം D2ഉം കണ്ടക്ട് ചെയ്യില്ല. അപ്പൊ D1ഉം D2ഉം കണ്ടക്ട് ചെയ്യാത്തത് കൊണ്ട് ആ സർക്യൂട്ടിലൂടെ കറണ്ട് ഒഴുകുന്നില്ല. അതുകൊണ്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയായിരിക്കും, 0 വോൾട്ട്. അപ്പൊ ഞാൻ ഇൻപുട്ട് 0യും ഇൻപുട്ട് രണ്ടും 0 ആയി കൊടുത്തത്. അപ്പൊ ഔട്ട്പുട്ട് എന്തായി, 0 ആയി. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മളിവിടെ ആക്ച്വൽ ഡിവൈസസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഓർ ഗേറ്റിന് ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തത്, 2 ഡയോഡുകളെ വെച്ചിട്ട്. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസ് എ 0 ആക്കി, ബി എ 1 ആക്കി. ബി 1 ആക്കുക എന്ന് പറയുമ്പോൾ ബി എ +5 വോൾട്ടുമായിട്ട് ഞാൻ കണക്ട് ചെയ്തു. ഇതെവിടെ നോക്കിക്കേ, എ 0 ആക്കുക എന്ന് പറയുമ്പോൾ എക്ക് ഞാൻ ഗ്രൗണ്ടിൽ നിന്ന് ഒരു കണക്ഷൻ കൊടുത്തു, ബിക്ക് +5 വോൾട്ടിൽ നിന്ന് ഒരു കണക്ഷനും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിപ്പോ ഓരോ കേസിലും കണക്ഷൻസ് മാറുന്നത് കൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്യാത്തത്, ആ സർക്യൂട്ട് ഡയഗ്രാം കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാത്തത്. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു സർക്കിൾസ് വരച്ചിട്ട് അതിനെ റെപ്രസെന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ എക്ക് എന്താ കൊടുത്തത്, എക്ക് 0യും ബിക്ക് 1ഉം ആണ് കൊടുത്തത്. എക്ക് 0യും ബിക്ക് 1. ബിക്ക് 1 എന്ന് പറയുമ്പോൾ ബിക്ക് ഞാൻ +5 വോൾട്ട് സപ്ലൈ ചെയ്തു. അപ്പോ ഇൻപുട്ട് ബി ഈസ് കണക്റ്റഡ് ടു ദ പോസിറ്റീവ് ടെർമിനൽ, ഡയോഡ് D2 ബിക്കം ഫോർവേഡ് ബയാസ്ഡ്. അതായത് ഈ +5 വോൾട്ടിന്റെ ഈ പോസിറ്റീവ് റീജിയൻ ഈ PN ജംഗ്ഷൻ ഡയോഡിന്റെ പി റീജിയനുമായി കോണ്ടാക്ട് വരുമ്പോൾ ഈ ഡയോഡ് D2 എന്ത് ചെയ്യും, ഫോർവേഡ് ബയാസിംഗിലാവുകയും അത് കറണ്ട് കണ്ടക്ട് ചെയ്യുകയും ചെയ്യും. ഈ കണ്ടക്ട് ചെയ്യുന്ന കറണ്ട് ഏത് നെക്രോസ് ആയിട്ട് ഡ്രോപ്പ് ആവും, ഈ റെസിസ്റ്റർ നെക്രോസ് ആയിട്ട് ഡ്രോപ്പ് ആവും. നമുക്ക് ഇവിടെ ഔട്ട്പുട്ട് വോൾട്ടേജ് ആയി കിട്ടും. ഓക്കെ അല്ലേ, അപ്പൊ ഈ D1 എങ്ങനെയാണ്, ഇവിടെ D1 റിവേഴ്സ് ബയാസിംഗിലാണ്. കാരണം അത് എന്തിലാണ് കണക്ട് ചെയ്തത്, 0 വോൾട്ടിലാണ് കണക്ട് ചെയ്തത്. അപ്പൊ ഇവിടെ എന്തില്ല, കറണ്ട് കണ്ടക്ട് ചെയ്യുന്നില്ല. only D2 കണ്ടക്ട്സ്, D2 മാത്രമേ കണ്ടക്ട് ചെയ്യുന്നുള്ളൂ. D1 ഓഫ് ആയി തന്നെ ഇരിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യും, ഔട്ട്പുട്ട് എന്താവും, ഔട്ട്പുട്ട് മാക്സിമം ആയിരിക്കും. അതായത് +5 വോൾട്ട് ആണ് ഞാൻ ബിയിൽ കൊടുത്തതെങ്കിൽ അത്രയും തന്നെ എനിക്ക് എന്ത് ചെയ്യും, ഔട്ട്പുട്ടില് കിട്ടുന്നു. അതിനാണ് ഞാൻ എന്ത് പറഞ്ഞത്, Y is equal to 1 എന്നുകൊണ്ട് റെപ്രസെന്റ് ചെയ്തത്. ഇനി മൂന്നാമത്തെ കേസ് എങ്ങനെയാ, മൂന്നാമത്തെ കേസില് A is equal to 1, B is equal to 0. ഇപ്പൊ ഞാൻ പറഞ്ഞതിന്റെ നേരെ റിവേഴ്സ് കേസ് ആണ്. ഫസ്റ്റ് ഡയോഡ് കണ്ടക്ട് ചെയ്യും, സെക്കൻഡ് ഡയോഡ് കണ്ടക്ട് ചെയ്യില്ല. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നത് കൊണ്ട് ഔട്ട്പുട്ട് എന്തായിരിക്കും, മാക്സിമം ആയിരിക്കും. ദ ഔട്ട്പുട്ട് വിൽ ബി 1. ഇനി 2 ഡയോഡും ഫോർവേഡ് ബയാസിംഗിലാണ്. അതായത് എയും ബി എയും ഞാൻ +5 വോൾട്ടിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ രണ്ടുപേരും കണ്ടക്ട് ചെയ്യും. ഈ രണ്ടുപേരും കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റും, ബോത്ത് ഡയോഡ്സ് ആർ ഫോർവേഡ് ബയാസ്ഡ് ആൻഡ് ദേ കണ്ടക്ട് ഇൻ പാരലൽ. ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് സെയിം ആസ് ദ ഇൻപുട്ട് സപ്ലൈ. അപ്പൊ നമ്മൾ +5 വോൾട്ട് സപ്ലൈ കൊടുത്തത് കൊണ്ട് ഔട്ട്പുട്ടും +5 വോൾട്ട് തന്നെ ആയിരിക്കും. അപ്പൊ ഇതിന്റെ റിസൾട്ട് എന്തായിരിക്കും, മാക്സിമം അല്ലെ. ഇപ്പൊ 1 ആയിരിക്കും ഇവിടുത്തെ ഔട്ട്പുട്ട്. അപ്പൊ ഇത് തന്നെയാണ് നമ്മൾ ഓർ ഗേറ്റിന്റെ ട്രൂത്ത് ടേബിളിലും കണ്ടത്. എയും ബിയും 0 ആകുന്ന സമയത്ത് ഔട്ട്പുട്ട് 0, A 0യും B 1ഉം അല്ലെങ്കിൽ A 1ഉം B 0യും ആകുമ്പോൾ ഔട്ട്പുട്ട് 1, ദെൻ A ആൻഡ് B 1 ആകുമ്പോൾ ഔട്ട്പുട്ട് എത്രയാ, 1 ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, ഓർ ഗേറ്റ് എന്ന് പറയുന്നത്. ഇതിനെ ഒന്നുകൂടെ സിംപ്ലിഫൈഡ് ആയിട്ട് നമുക്ക് ഈ രണ്ടാമത്തെ സർക്യൂട്ട് ഉപയോഗിച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഇവിടെ ഒന്ന് നോക്കിക്കേ, ഇവിടെ ഒരു +5 വോൾട്ടിൽ നിന്നൊരു കണക്ഷൻ, ഇത് രണ്ടും സ്വിച്ചസ് ആണ്, എയും ബിയും 2 സ്വിച്ചസ് ആണ്. ഓക്കെ, ഇതിന്റെ ഔട്ട്പുട്ട് എനിക്ക് ഇവിടെ നിങ്ങൾ ഈ RL എന്ന് പറയുന്ന ഔട്ട്പുട്ടിന് പകരം യു മേ കൺസിഡർ എ ബൾബ്. ഓക്കെ, ഇവിടെ ഒരു ബൾബ് ഉണ്ടെന്ന് വിചാരിക്കാം. ഞാൻ A എന്ന് പറയുന്ന ഈ ഒരു സ്വിച്ചിനെ ക്ലോസ് ചെയ്തു. അപ്പൊ എന്ത് ചെയ്യും, കറണ്ട് കണ്ടക്ട് ചെയ്യും, ബൾബ് ഗ്ലോ ചെയ്യും.
ഞാൻ ബി എന്ന് പറയുന്ന സ്വിച്ചിനെ മാത്രം ക്ലോസ് ചെയ്തു, അപ്പോഴും എന്ത് ചെയ്യും? കറണ്ട് ഇതുവഴി കണ്ടക്ട് ചെയ്യും, ബൾബ് ഗ്ലോ ചെയ്യും. ഞാൻ രണ്ട് സ്വിച്ചസിനെയും ക്ലോസ് ചെയ്തു, അപ്പൊ എന്ത് ചെയ്യും? രണ്ടു വഴിയും കറണ്ട് കണ്ടക്ട് ചെയ്യും, ബൾബ് ഗ്ലോ ചെയ്യും. എന്നാൽ ഞാൻ രണ്ടിനെയും ഓപ്പൺ ആക്കി വെക്കുകയാണ്. രണ്ട് ഓപ്പൺ ആക്കുക എന്ന് പറയുമ്പോൾ രണ്ടിന്റെയും ഇൻപുട്സ് 0. അപ്പൊ ബൾബ് ഗ്ലോ ചെയ്യുമോ? ഇല്ല, ഗ്ലോ ചെയ്യില്ല. ദ ഔട്ട്പുട്ട് വിൽ ബി 0. ഓക്കെ, അപ്പൊ അതാണ് ഈ പറഞ്ഞത്. ഒന്നാമത്തെ ഫിഗർ എന്തിനാ കാണിക്കുന്നത്? ഒരു 2 ഇൻപുട്ട് ഓർ ഗേറ്റിനെ നമുക്ക് എങ്ങനെ ബിൽഡ് ചെയ്യാം എന്നതിന്റെ ഒരു റെപ്രസെന്റേഷൻ ആണ് യൂസിങ് 2 ഡയോഡ്സ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ആണെങ്കിൽ ഇതിന്റെ കുറച്ചുകൂടെ സിംപ്ലിഫൈഡ്, അതായത് ഇവിടെ നടക്കുന്ന ഓപ്പറേഷൻ നമുക്ക് നന്നായി മനസ്സിലാക്കാനുള്ള സിംപ്ലിഫൈഡ് ഡയഗ്രാം ആണ്. അപ്പൊ എയും ബിയും 0 ആകുമ്പോൾ 0 ആണ് ഔട്ട്പുട്ട്. ഏതെങ്കിലും ഒന്ന് ഹൈ ആണെങ്കിൽ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും, രണ്ടും ഹൈ ആണെങ്കിലും ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. അപ്പൊ ഓക്കെ അല്ലേ? അപ്പൊ ഓർ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ y is equal to a plus b. a plus b ആണെങ്കിൽ ഓർ ഓപ്പറേഷൻ ആണ്. ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആണെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കുള്ളൂ. ഇനി രണ്ടാമത്തെ ബേസിക് ഗേറ്റ് ആണ് ഇത് ആൻഡ് ഗേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ആൽഫബറ്റ്സ് സ്റ്റഡി ചെയ്യുന്ന പോലെയാണ് ഇവിടെ ആദ്യം ബേസിക് ഗേറ്റ്സ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ലെറ്റേഴ്സ് പഠിക്കുന്നു അല്ലെ, അതുപോലെ ഇവിടെ ആദ്യം ബേസിക് ഗേറ്റ്സിനെ പഠിച്ചിട്ട് പിന്നെ ഈ ബേസിക് ഗേറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വലിയ വലിയ ഡിജിറ്റൽ സർക്യൂട്ട്സ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. സോ രണ്ടാമത്തെ ബേസിക് ഗേറ്റ് ആണ് ഈ ആൻഡ് ഗേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ആൻഡ് ഗേറ്റ് എന്ന് പറയുമ്പോൾ പേര് കാണിക്കുന്ന പോലെ ആൻഡ് ഗേറ്റ്, അതായത് ഇവിടെയും രണ്ട് ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടും ഞാൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ രണ്ട് ഇൻപുട്ടും ഹൈ ആണെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കുള്ളൂ. ശ്രദ്ധിച്ച് കേൾക്കുക, രണ്ട് ഇൻപുട്ടും ഹൈ ആണെങ്കിൽ മാത്രം. ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആയാൽ പോരാ, രണ്ട് ഇൻപുട്ടും ഹൈ ആണെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് എന്താവുള്ളൂ? ഹൈ ആവുള്ളൂ. ദ ഔട്ട്പുട്ട് ഇസ് ഹൈ only when all the inputs are high. ഇൻപുട്ടുകൾ എല്ലാം ഹൈ ആണെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് ഹൈ ആവുള്ളൂ, അല്ലാത്ത പക്ഷം എല്ലാം ഔട്ട്പുട്ട് വിൽ ബി ലോ അഥവാ 0. ആൻഡ് ഗേറ്റിനെ കാണിക്കുന്ന ബൂളിയൻ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് y is equal to a into b ആണ്. y is equal to a into b ആണ്. ഓക്കെ, a dot b എന്ന് നമ്മൾ എഴുതും, അല്ലെങ്കിൽ a b എന്നും സിംപ്ലി നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ ഔട്ട്പുട്ട് ഇസ് ഈക്വൽ ടു a b. a b മീൻസ് ആൻഡ് ഓപ്പറേഷൻ. ഇവിടെ ചെയ്യുന്ന എന്താ? ഡോട്ട് ആണ്, അല്ലെങ്കിൽ നമ്മൾ മൾട്ടിപ്ലിക്കേഷനെ കാണിക്കുന്ന ഒരു സിമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ ആൻഡ് ഗേറ്റിന് ഒരു സർക്യൂട്ടിൽ വരയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഡി ഷേപ്ഡ് ആയിട്ടുള്ള ഒരു സിമ്പിൾ ആണ് നമ്മൾ വരയ്ക്കുന്നത്. ഓക്കെ, നേരത്തെ നമ്മൾ ഓർ ഗേറ്റിൽ കുറച്ച് കർവ്ഡ് ആയിരുന്നു, എന്നാൽ ഇവിടെ എങ്ങനെയാണ്? ഒരു ഡി ഷേപ്ഡ് സിമ്പിൾ ആണ്. രണ്ട് ഇൻപുട്ട് ഉണ്ട്, ഒരു ഔട്ട്പുട്ട് ഉണ്ട്. എയും ബിയും ഇൻപുട്ട് ആണെങ്കിൽ y ആണ് ഇവിടുത്തെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇത് കേട്ടാ ആൻഡ് ഗേറ്റ് ആണ് അല്ലെ. അപ്പൊ നമ്മുടെ ഇതിന്റെ ബൂളിയൻ എക്സ്പ്രഷൻ എഴുതുകയാണെങ്കിൽ ഓക്കെ, a into b is equal to y. ഇതാണ് അതിന്റെ ബൂളിയൻ എക്സ്പ്രഷൻ. ഔട്ട്പുട്ട് ഇസ് ഈക്വൽ ടു a into b. a into b എന്ന് പറയുമ്പോൾ അവിടെ റീഡ് ചെയ്യേണ്ട എന്താണ്? എയും ബിയും തമ്മിലുള്ള ആൻഡ് ഓപ്പറേഷൻ ആണ്. ആൻഡ് ഓപ്പറേഷൻ. അപ്പൊ ഇവിടെ പോസിബിൾ ആയിട്ടുള്ള ഇൻപുട്സ് ഏതൊക്കെയാണ്? ഒന്നുകിൽ രണ്ടും 0 വരാം, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് 1 വരാം. ഒന്നുകിൽ 0 1 ആയിരിക്കാം, ഇല്ലെങ്കിൽ 1 0 ആയിരിക്കാം. ഇല്ലെങ്കിൽ രണ്ട് ഇൻപുട്സും ഹൈ ആകാം, അല്ലെങ്കിൽ 1 1 ആകാം. ഇതാണ് പോസിബിളി 4 ഇൻപുട്ട്. രണ്ട് ഇൻപുട്ട് ഉള്ള ഒരു കേസിൽ, 2 ഇൻപുട്ട് ആയിട്ടുള്ള കേസിൽ നമുക്ക് ഈ 4 കോമ്പിനേഷൻസേ പോസിബിൾ ആയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ എയും ബിയും 0 ആയിരിക്കുന്ന സമയത്ത് ഔട്ട്പുട്ട് വിൽ ബി 0 അഥവാ ലോ. ഞാൻ നേരത്തെ പറഞ്ഞു, ഏതെങ്കിലും രണ്ട് ഇൻപുട്ട് ഹൈ ആയിരുന്നെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ഔട്ട്പുട്ട് വിൽ ബി ഹൈ. ഇവിടെ ഒരു ഇൻപുട്ട് മാത്രമേ ഹൈ ആയിട്ടുള്ളൂ, സോ ഔട്ട്പുട്ട് 0. ഇവിടെയും ഒരു ഇൻപുട്ട് മാത്രമേ ഹൈ ആയിട്ടുള്ളൂ, സോ ഔട്ട്പുട്ട് 0. രണ്ട് ഇൻപുട്ടും ഹൈ ആകുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളടാ? ഔട്ട്പുട്ട് ഹൈ ആവുന്നുള്ളൂ. ഇനി നമ്മുടെ ആൻഡ് ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ ആണത്. ഇൻപുട്ട് രണ്ടും 0 ആണെങ്കിൽ, ഇൻപുട്ട് എയും ഇൻപുട്ട് ബിയും 0 ആണെങ്കിൽ ഔട്ട്പുട്ട് വിൽ ബി 0. ഏതെങ്കിലും ഒന്ന് ഹൈ ആണെങ്കിൽ ഔട്ട്പുട്ട് വിൽ ബി 0. രണ്ടും ഹൈ ആണെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് വിൽ ബി 1. വളരെ ഇമ്പോർട്ടന്റ് ആണ്, തിരിഞ്ഞു പോകരുത്. നമുക്ക് ഈ ഓറും ആൻഡും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതിന്റെ ബൂളിയൻ എക്സ്പ്രഷൻസ് തിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ തിരിഞ്ഞു പോകാതിരുന്നാൽ മാത്രം മതി. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ആക്ച്വലി ഉള്ള സർക്യൂട്ട് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാണ്. അപ്പൊ നമ്മൾ ഇപ്പൊ പറഞ്ഞ ഈ ആൻഡ് ഓപ്പറേഷൻ ആക്ച്വൽ സർക്യൂട്ട് കൊണ്ട് എന്ത് ചെയ്യാണ്? റെപ്രസെന്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, നമ്മൾ നേരത്തെ കണക്ട് ചെയ്തതിൽ നിന്നൊരു വ്യത്യാസം ഉള്ളത് ഇവിടെ ഡയോഡിനെ നേരെ തിരിച്ചാ വെച്ചിരിക്കുന്നത്. ബാക്കി എല്ലാം സിമിലർ ആണ്. ഇവിടെ ഈ ഔട്ട്പുട്ടിന്റെ സൈഡിലും ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇവിടെ ഒരു ബാറ്ററി നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്, എന്നല്ലാതെ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഓക്കെ, ഇവിടെ ഒരു ഗ്രൗണ്ട് ചെയ്തത് നമ്മൾ ഇതിന് അക്രോസ് ആയിട്ടാണ് ഔട്ട്പുട്ട് എടുക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ടെർമിനൽ, ഇവിടെ ഒരു ടെർമിനൽ, നെക്സ്റ്റ് ടെർമിനൽ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന് രണ്ടിനും അക്രോസ് ആയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഔട്ട്പുട്ട് എടുക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു ഡയോഡ് ഉണ്ട്, ഇവിടെയും ഒരു ഡയോഡ് ഉണ്ട്, D1 and D2. ഇതിന്
നമ്മൾ കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്ത ഒരു സ്കീമാറ്റിക് ഡയഗ്രാം ആണ് ഇവിടെ വന്നിരിക്കുന്നത്. എയും ബിയും നമ്മൾ നോക്കിയാൽ മനസ്സിലാകും. നേരത്തെ രണ്ട് സ്വിച്ചസിനെയും പാരലൽ ആയിട്ടായിരുന്നു ഓർ ഗേറ്റിൽ കൺസ്ട്രക്ട് ചെയ്തിരുന്നതെങ്കിൽ ഇവിടെ രണ്ട് സ്വിച്ചസിനെയും സീരീസ് ആയിട്ടാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഈ സർക്യൂട്ടിന്റെ എക്സ്പ്ലനേഷൻ നോക്കാം. അതായത് നമുക്കിവിടെ 4 കേസസ് ഉണ്ട് അല്ലെ. നമ്മുടെ 4 ഇൻപുട്ടും മാറുന്നതിനനുസരിച്ച് എങ്ങനെയൊക്കെ ഔട്ട്പുട്ട് മാറാം. അപ്പൊ ഇവിടെ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, ഡയോഡിനെ തിരിച്ചാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ കേസ് 2 ഇൻപുട്സും 0 ആണ്. ഇപ്പൊ 2 ഇൻപുട്സും 0 ആണെങ്കിൽ 2 ഡയോഡുകളും എന്താണ്, ഫോർവേഡ് ബയാസിലാണ്. അതായത് ഇവിടെ തിരിച്ചാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. രണ്ടിന്റെയും ഇൻപുട്ട് എന്താണ്, 0 ആണ്. അപ്പൊ 2 ഇൻപുട്ട് 0 ആകുമ്പോൾ ഇവിടെ ഒരു ലോവർ പൊട്ടൻഷ്യൽ ആണ്. ഈ നെഗറ്റീവുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് ലോവർ പൊട്ടൻഷ്യൽ ആണ്, ഇവിടുത്തെ നെഗറ്റീവുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് ലോവർ പൊട്ടൻഷ്യൽ ആണ്. അതായത് രണ്ടും 0 ആണ്. ഓക്കെ, ഇതിന് രണ്ടിനെയും ഞാൻ ഗ്രൗണ്ട് ചെയ്തു. അപ്പൊ ഈ സൈഡിൽ പൊട്ടൻഷ്യൽ ലോയും ഇവിടുത്തെ +5 വോൾട്ടിൻ്റെത് കാരണം ഇവിടെ വരുന്ന പൊട്ടൻഷ്യൽ ഹൈയും ആണെങ്കിൽ 2 ഡയോഡ്സും എന്ത് ചെയ്യൂടാ, ബോത്ത് ഡയോഡ്സ് വിൽ കണ്ടക്ട്. 2 ഡയോഡും കണ്ടക്ട് ചെയ്യും. ആൻഡ് ദിസ് ഗ്രൗണ്ട്സ് ദ ഔട്ട്പുട്ട് ത്രൂ ദ ഡയോഡ് റിസൾട്ടിങ് ഇൻ ആൻ ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് 0 വോൾട്ട്. അപ്പൊ ഇതിന്റെ ഫലമായിട്ട് എന്ത് പറ്റും, 2 ഡയോഡും കൂടെ എന്ത് ചെയ്യും, ഔട്ട്പുട്ടിന്റെ ഗ്രൗണ്ട് ചെയ്യും. അതിന്റെ ഫലമായിട്ട് നമ്മുടെ എന്ത് ചെയ്യും, നമ്മുടെ ഇവിടെ കിട്ടുന്ന ഈ ഔട്ട്പുട്ട് വോൾട്ടേജ് ഉണ്ടല്ലോ, ഇതിന് അക്രോസ് ആയിട്ട് കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് ഉണ്ടല്ലോ, ദാറ്റ് വിൽ ബി 0. കറണ്ട് ഇങ്ങോട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഫ്ലോ ചെയ്യുന്നത്. നെക്സ്റ്റ് കേസ് എന്താണ്, അപ്പൊ നമ്മുടെ 2 ഇൻപുട്സും ലോ ആകുന്ന സമയത്ത് 2 ഡയോഡുകളും ഫോർവേഡ് ബയാസിംഗിലാവുകയും അതിന്റെ ഫലമായിട്ട് നമ്മുടെ അക്രോസ് ആയിട്ടുള്ള നമ്മുടെ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തുമായിരിക്കും, 0 വോൾട്ടും ആയിരിക്കും. സോ ദ ഔട്ട്പുട്ട് വിൽ ബി 0. ഇനി രണ്ടാമത്തെ കേസ്, ഒരു ഇൻപുട്ട് ലോയും ഒരു ഇൻപുട്ട് ഹൈയും ആണ് അല്ലെ. നമ്മുടെ എ ഇൻപുട്ടിനെ ഞാൻ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനെ ഗ്രൗണ്ട് ചെയ്ത സമയത്ത് എ ഇൻപുട്ട് ഗ്രൗണ്ട് ചെയ്തപ്പോഴത്തേക്ക് എന്ത് പറ്റി, ഇത് ഫോർവേഡ് ബയാസിംഗിലായി. ഇത് ഗ്രൗണ്ട് ചെയ്യാന്ന് പറയുമ്പോൾ നെഗറ്റീവിനെ അല്ലെങ്കിൽ എൻ റീജിയനെ ഞാൻ എടുത്ത് 0യിലേക്കും ഈ പി റീജിയൻ എന്തിലേക്കും കണക്ട് ചെയ്തു, നമ്മുടെ ഈ ബാറ്ററിയിലേക്ക് കണക്ട് ആവപ്പെടുകയാണ്. അപ്പൊ എന്ത് ചെയ്യും, D1 എന്ത് സ്റ്റേറ്റിലായി, ഫോർവേഡ് ബയാസിംഗ് സ്റ്റേറ്റിലും. രണ്ടാമത്തെ ആളോ D2 റിവേഴ്സ് ബയാസിംഗിലായിരിക്കും. കാര്യം എന്താ, ബിയുടെ വാല്യൂ 1 ആണ്. ബിയുടെ വാല്യൂ 1 ആവുക എന്ന് പറയുമ്പോൾ ഇതിനെ +5 വോൾട്ടിലായിരിക്കും കൊടുക്കുക. ഇതിനെ എടുത്തിട്ട് +5 വോൾട്ടിൽ കണക്ട് ചെയ്യും. അപ്പോൾ ഈ 2 സൈഡും തമ്മിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരുന്നില്ല. സോ ഇതെന്താണ്, ഇത് കണ്ടക്ട് ചെയ്യില്ല, D2 കണ്ടക്ട് ചെയ്യില്ല. അപ്പൊ D2 കണ്ടക്ട് ചെയ്യാത്തത് കൊണ്ട് D1 മാത്രമായിരിക്കും എന്ത് ചെയ്യുന്നത്, D1 provides a path to the ground. അപ്പൊ D1ലൂടെ കറണ്ട് കണ്ടക്ട് ചെയ്യുകയും ഇവിടത്തെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താവും, ഇതുവഴി കറണ്ട് കണ്ടക്ട് ചെയ്ത് പോവുകയും ഔട്ട്പുട്ടിലെ വോൾട്ടേജ് എന്തായിരിക്കും ഇവിടെ, 0 ആയിരിക്കുകയും ചെയ്യും. ഇതാണ് രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ കേസും ഇതിന്റെ നേരെ റിവേഴ്സ് ആണ്. A = 1 B = 0 ആണ്. അപ്പൊ എന്ത് ചെയ്യും, D2 ആയിരിക്കും ഫോർവേഡ് ബയാസിംഗിൽ വരുന്നത്, D1 ഓഫും ആയിരിക്കും. ഓക്കെ, അപ്പൊ അതും എന്ത് ചെയ്യും, ഔട്ട്പുട്ടിനെ 0 വോൾട്ട് അല്ലെങ്കിൽ 0യിലേക്ക് റിസൾട്ട് ചെയ്യും. ഇനി നാലാമത്തെ കേസ്, 2 ഇൻപുട്സും ഹൈ ആണ്. രണ്ടും ഹൈ ആകുന്ന സമയത്ത് 2 ഡയോഡും എന്ത് ചെയ്യുന്നില്ല, കണ്ടക്ട് ചെയ്യുന്നില്ല. അപ്പോ 2 ഡയോഡ് കണ്ടക്ട് ചെയ്യാത്ത സാഹചര്യത്തിൽ, ഈ 2 ഡയോഡ് കണ്ടക്ട് ചെയ്യാത്ത സാഹചര്യത്തിൽ ഇവിടുത്തെ +5 വോൾട്ട് അഥവാ മാക്സിമം വോൾട്ടേജ് തന്നെയായിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്നത്, ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. സിൻസ് നോ കറന്റ് ഫ്ലോസ് ത്രൂ ദ ലോഡ് റെസിസ്റ്റർ, ദ ഔട്ട്പുട്ട് റിമൈൻസ് at the supply voltage of 5 volt and the binary result will be maximum അഥവാ ഹൈ അഥവാ 1 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, നമ്മള് 2 ഡയോഡ്സിനെയും ആൻഡ് ഓപ്പറേഷന് വേണ്ടിയിട്ട് കണക്ട് ചെയ്യുന്നത് ഈ രീതിയിലായിരിക്കും. ഓക്കെ, അപ്പൊ ഇതിനെ നമുക്ക് ഒരു സ്കീമാറ്റിക് റെപ്രസെന്റേഷൻ കൊടുക്കുകയാണെങ്കിൽ 2 സ്വിച്ചസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യും പോലെ ആയിരിക്കും. ഓക്കെ, 2 സ്വിച്ചസ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഈ Y എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ 2 ടെർമിനൽസിന് ഇടയ്ക്ക് ഒരു ബൾബ് കണക്ട് ചെയ്തതായിട്ട് എന്ത് ചെയ്യുക, കരുതുക. അപ്പൊ ബൾബ് കണക്ട് ചെയ്തതായിട്ട് വെക്കുമ്പോൾ നമുക്കറിയാം, ഏതെങ്കിലും ഒരു സ്വിച്ച് ഞാൻ ക്ലോസ് ചെയ്യാണ്, A മാത്രം ക്ലോസ് ചെയ്യാണ്. A മാത്രം ക്ലോസ് ചെയ്താൽ ബൾബ് ക്ലോസ് ചെയ്യുമോ, ഇല്ല, കാരണം ഇവിടെ B ഓപ്പൺ ആണ്. ഞാൻ ഇനി B മാത്രം ക്ലോസ് ചെയ്യാണ്, ബൾബ് ക്ലോസ് ചെയ്യുമോ, ബൾബ് ക്ലോസ് ചെയ്യില്ല. എയും ബിയും ക്ലോസ് ആകുമ്പോൾ മാത്രമേ ഈ സർക്യൂട്ട് ഇവിടെ കംപ്ലീറ്റ് ആവുള്ളൂ. ദെൻ ഓൺലി ദ ബൾബ് വിൽ ഗ്ലോ. ഓക്കെ, അതുപോലെ തന്നെ 2 എയും ബിയും 2 ഇൻപുട്സും ഞാൻ ഓപ്പൺ ചെയ്ത് വെക്കുകയാണ്. അതായത് 2 ഇൻപുട്സും 0 ആണ്. രണ്ടും 0 ആവുമ്പോൾ ഔട്ട്പുട്ട് എന്ത് ചെയ്യില്ല, ഉണ്ടാകില്ല, കാരണം ബൾബ് ഗ്ലോ ചെയ്യില്ല. അപ്പോ നമ്മുടെ എന്താണ് ആൻഡ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് 2 സ്വിച്ചസ് സീരീസ് ആയി കണക്ട് ചെയ്യുമ്പോൾ ഓപ്പറേഷൻ പോലെയും, നമ്മുടെ നേരത്തെ ആദ്യം പറഞ്ഞ ഓർ ഓപ്പറേഷൻ എന്ന് പറയുന്നത് 2 സ്വിച്ചസ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യും പോലെയും ആണ്.
ഓക്കെ, അപ്പൊ ഇതാണ് ഇവിടെ നമുക്ക് എസെൻഷ്യലി പഠിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് ഈ ഓർ ഗേറ്റ് ആൻഡ് ഗേറ്റ് ഒക്കെ നമ്മൾ ബേസിക്സ് നേരത്തെ പഠിക്കുന്നുണ്ട് എങ്കിലും നമ്മൾ ഡയോഡ്സ് വെച്ചുള്ള റെപ്രസെന്റേഷൻസ് എന്നാണ് നമ്മളിപ്പോ ഒരു ഡിഗ്രി ലെവലിലൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഇതൊക്കെ പഠിക്കുന്നുണ്ടാവുക. ഓക്കെ, എന്തായാലും നമുക്ക് ട്രൂത്ത് ടേബിൾ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഡയഗ്രാംസ് ഒന്ന് നോക്കി വെച്ചിരിക്കുക. നിങ്ങൾ ഓരോ കേസസും ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയണമെന്നില്ല. പക്ഷെ എന്ത് ചെയ്യുക, സ്റ്റിൽ ഈ സർക്യൂട്ട് ഡയഗ്രാംസ് ഒന്ന് നോക്കി വെക്കുക, കാരണം അത് കുറച്ചുകൂടെ ഒരു അഡ്വാൻസ് ലെവലാണ്. ഇനി നമ്മുടെ മൂന്നാമത്തെ ബേസിക് ഗേറ്റ് ആണ് ആരെന്ന് പറയുന്നത്, നോട്ട് ഗേറ്റ്. അപ്പൊ നമ്മൾ പറഞ്ഞത് ആരാ, y is equal to a plus b തരുന്ന ഓർ ഗേറ്റ് പറഞ്ഞു, y is equal to a into b തരുന്ന ആൻഡ് ഗേറ്റ് പറഞ്ഞു. മൂന്നാമത്തെയാണ് ആര്, നോട്ട് ഗേറ്റ് അഥവാ ഇൻവെർട്ടർ ഗേറ്റ് എന്ന് പറയുന്നത്. നോട്ട് ഗേറ്റ് എന്താ, ഇറ്റ് ഹാസ് ഓൺലി വൺ ഇൻപുട്ട് ആൻഡ് വൺ ഔട്ട്പുട്ട്. അപ്പോ ഒറ്റ ഇൻപുട്ടും ഒറ്റ ഔട്ട്പുട്ടും ഉള്ള ലോജിക് ഗേറ്റ് ആണ് ഈ നോട്ട് ഗേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് റിവേഴ്സസ് ദ ഇൻപുട്ട് സിഗ്നൽ. നമ്മൾ എന്ത് ഇൻപുട്ട് കൊടുക്കുന്നോ അതിനെ നേരെ റിവേഴ്സ് ചെയ്ത് തരും ആര്, നോട്ട് ഗേറ്റ്. അതുകൊണ്ട് തന്നെ അതിന് ഇൻവെർട്ടർ എന്ന ഒരു പേരുണ്ട്. ഓക്കെ, എന്ത് കൊടുക്കുന്നോ അതിനെന്ത് ചെയ്യും, നേരെ റിവേഴ്സ് ചെയ്ത് തരും. ഞാനിവിടെ ബൈനറി ഇൻപുട്സ് മാത്രമാണ് കൊടുക്കുന്നത്. ഇപ്പൊ 1 കൊടുത്താൽ 0 തരികയും 0 കൊടുത്താൽ 1 തരികയും ചെയ്യുന്ന ലോജിക് ഗേറ്റ് ആണ് ആര്, നോട്ട് ഗേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അതിന്റെ ബൂളിയൻ എക്സ്പ്രഷൻ നമ്മൾ y is equal to a bar എന്നാണ് കാണിക്കാറുള്ളത്. y is equal to a bar. ഓക്കെ, എന്താണോ ഇൻപുട്ട് a കൊടുക്കുന്നത് അതിന്റെ നേരെ ഇൻവേർട്ടഡ് ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. അതുകൊണ്ട് a bar. അപ്പൊ എങ്ങനെയാ നമ്മൾ ലോജിക്കൽ സിമ്പിൾ, അതിന്റെ സിമ്പിൾ എങ്ങനെയാ നോട്ട് ഗേറ്റിനെ കാണിക്കുന്നത്, ഒരു ട്രയാങ്കിൾ നമ്മൾ വരയ്ക്കും. ഈ ട്രയാങ്കിൾ വരച്ചിട്ട് അറ്റത്തൊരു സർക്കിൾ വരയ്ക്കും. ഓക്കെ, എന്നിട്ട് ഇതാ ഇവിടെ ഒരു ഇൻപുട്ട് ആണ് കൊടുക്കുന്നത്, എ. ഇതിന്റെ ഔട്ട്പുട്ട് നമുക്ക് ഈ വശത്ത് കിട്ടും. സോ ഇറ്റ് ഇസ് റിട്ടൺ ആസ് എ ബാർ. ഓക്കെ, നമ്മൾ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരച്ചിട്ട് ഇങ്ങനെ ഒരു ലീനിയർ ആയിട്ടൊരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ഡയോഡ്. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ടു, ദാ ഇത് ഡയോഡ് ആണ്, ദിസ് ഇസ് ഡയോഡ്. ഒരു ട്രയാങ്കിൾ വരച്ചിട്ട് അതിന്റെ അറ്റത്ത് ഒരു സർക്കിൾ ആണെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് നോട്ട് ഗേറ്റ്, അല്ലെങ്കിൽ ഇൻവെർട്ടർ എന്ന് വിളിക്കാം. ഇതിന്റെ ട്രൂത്ത് ടേബിൾ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഞാൻ എ ഇൻപുട്ട് കൊടുത്താൽ എ 0 ആയിട്ട് കൊടുത്താൽ ഔട്ട്പുട്ട് വിൽ ബി 1, എ 1 ആണെങ്കിൽ ഔട്ട്പുട്ട് വിൽ ബി 0. സിംഗിൾ ഇൻപുട്ട് ആയതുകൊണ്ട് 2 കോമ്പിനേഷൻസ് നമുക്ക് ഇവിടെ എഴുതാനായിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, നോട്ട് ഗേറ്റ് എന്ന് പറയുന്നത്. നോട്ട് ഗേറ്റ് അതിന്റെ ട്രൂത്ത് ടേബിൾ ആണ്. 0 കൊടുത്താൽ ഔട്ട്പുട്ട് വിൽ ബി 1, 1 ആണ് കൊടുക്കുന്നതെങ്കിൽ ഔട്ട്പുട്ട് വിൽ ബി 0. ഓക്കെ, അപ്പൊ ഇനി നമ്മുടെ ഇൻവെർട്ടർ ഗേറ്റ് നമ്മൾ ആക്ച്വൽ സർക്യൂട്ടിൽ കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് എന്നാണ്. അതായത് നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞ ഓർ ഗേറ്റിനെയും ആന്റി ഗേറ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ ഡയോഡ്സ് ഉപയോഗിച്ചിട്ടുള്ള കണക്ഷൻ ആണ് എന്ത് ചെയ്തത്, യൂസ് ചെയ്തത്. ഇത് പ്രാക്ടിക്കലി അങ്ങനെ ഒരു സർക്യൂട്ട് അച്ചീവ് ചെയ്യാൻ ഡയോഡ്സ് ആണ് ഉപയോഗിച്ചത്. എന്നാൽ ഇവിടെ നമ്മുടെ നോട്ട് ഓപ്പറേഷൻ അഥവാ ഇൻവേർട്ടിംഗ് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഫിസിക്കലി ഉപയോഗിക്കുന്ന ഒരു സർക്യൂട്ട്, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ട്രാൻസിസ്റ്റർ. ഓക്കെ, ഇതൊരു ട്രാൻസിസ്റ്റർ ആണ് കേട്ടോ. അപ്പൊ പഠിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങൾ, ഇതൊരു എന്താണ് NPN ട്രാൻസിസ്റ്റർ ആണ്. ഇതിനൊരു എമിറ്റർ ഉണ്ട്, ഒരു ബേസ് ഉണ്ട്, ഒരു കളക്ടർ ഉണ്ട്. 3 ടെർമിനൽസ് ആണുള്ളത്. ഒരു ട്രാൻസിസ്റ്റർ കൺസിസ്റ്റ് ഓഫ് an emitter, a base and a collector. അപ്പോൾ ഒരു ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു നോട്ട് ഓപ്പറേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ അച്ചീവ് ചെയ്യുന്നത്. ഇവിടെ ഒരു പ്ലസ് വി വോൾട്ട്, അതായത് നമ്മൾ ഇവിടുത്തെ പറയുകയാണെങ്കിൽ +5 വോൾട്ട് ആയിരിക്കും ഇവിടെ കൊടുക്കുക. ഒരു സപ്ലൈ വോൾട്ടേജ് ഉണ്ട്. ദെൻ ഈ ഒരു നമ്മുടെ ട്രാൻസിസ്റ്റർ എന്താണ് പ്രവർത്തിക്കണമെങ്കിൽ, ഇത് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ സഫീഷ്യന്റ് ആയിട്ടുള്ള ഒരു ബേസ് വോൾട്ടേജ് വേണം. സഫീഷ്യന്റ് ആയിട്ടുള്ള എ വാല്യൂ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ട്രാൻസിസ്റ്റർ പ്രവർത്തിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ എടുക്കുന്ന ഒന്നാമത്തെ കേസാണ്. അതായത് നമുക്കിവിടെ 2 ഇൻപുട്ട്സേ ഉള്ളൂ അല്ലെ. ഒന്നുകിൽ എ എന്ന് പറയുന്നത് ഇൻപുട്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കണം, ഇല്ലെങ്കിൽ ഇൻപുട്ട് എന്ന് പറയുന്നത് 1 ആയിരിക്കണം. അപ്പൊ ഞാൻ ആദ്യത്തെ കേസ് എടുക്കുകയാണ്. ഇൻപുട്ട് 0 ആണ്. വെൻ ദ ഇൻപുട്ട് ഇസ് കണക്റ്റഡ് ടു ദ ഗ്രൗണ്ട്, ഞാൻ ഈ ഇൻപുട്ടിനെ ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യണം. അതായത് ഒരു ഗ്രൗണ്ടിൽ നിന്ന് ഒരു കണക്ഷൻ എടുത്തിട്ടാണ് അത് ഇവിടെ കൊടുക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പോ ഇവിടെ 0 വോൾട്ടേജ് ഞാൻ എയിൽ സപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു ട്രാൻസിസ്റ്ററിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യാൻ ആവശ്യമായ ബേസ് വോൾട്ടേജ് കൊടുക്കാൻ ആർക്ക് പറ്റില്ല, ഈ ബേസ് ടെർമിനലിന് പറ്റില്ല. When the input is connected to the ground, the base of the transistor become negative, causing it to cut off. നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി, ഈ ട്രാൻസിസ്റ്ററിന് എന്ത് ചെയ്യാൻ പറ്റില്ല, വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു കണ്ടീഷൻ ഇവിടുത്തെ വോൾട്ടേജ് 0 ആണ് എങ്കിൽ എന്തില്ല, പറ്റില്ല. With no collector current flowing, the output remains at the full supply voltage. ഞാൻ ഇവിടെ എന്താണോ ഇൻപുട്ട് കൊടുക്കുന്നത് +V വോൾട്ട് ആണ് കൊടുക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് കണക്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ട്രാൻസിസ്റ്റർ ഓൺ ആയില്ല. അപ്പൊ ഇവിടുത്തെ സപ്ലൈ വോൾട്ടേജ് തന്നെയായിരിക്കും എനിക്ക് എന്ത് ചെയ്യുന്നത്, ഇതിന് അക്രോസ് ആയിട്ട്, ഈ ട്രാൻസിസ്റ്ററിന് അക്രോസ് ആയിട്ട് വൈയിൽ കിട്ടുന്നത്. അപ്പൊ ഞാൻ ഇവിടെ 0 കൊടുത്തപ്പോൾ എനിക്ക് കിട്ടിയത് ഇവിടെ എത്രയാണ്, ഇവിടെ +5 അല്ലേ. സോ ഇവിടെ എനിക്ക് കിട്ടിയത് 1 ആണ്. 1. രണ്ടാമത്തെ കേസ്, when A is equal to 1, ഇവിടെ ഞാൻ മാക്സിമം കൊടുക്കുകയാണ്. when a positive voltage is applied to the input, ഞാൻ ഇവിടെ കൊടുക്കുന്നത് ഒരു പോസിറ്റീവ് വോൾട്ടേജ് അല്ലെങ്കിൽ +V വോൾട്ടിൽ നിന്ന് അല്ലെങ്കിൽ +5 വോൾട്ട് ഒരു കണക്ഷൻ ഞാൻ ഇവിടെ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ട്രാൻസിസ്റ്റർ ഇപ്പോൾ ഓൺ ആകും. ട്രാൻസിസ്റ്റർ ഓൺ ആയിട്ട് എന്ത് പറ്റുമെന്ന് അറിയോ,
When a positive voltage is applied to the input, the base becomes positive, causing the transistor to conduct heavily. അപ്പൊ എന്ത് ചെയ്യും? ഈ ട്രാൻസിസ്റ്റർ ഹെവി ആയിട്ട് എന്ത് ചെയ്യും? കണ്ടക്ട് ചെയ്യും. ഇത് ഇങ്ങനെ ആയിരിക്കും അതിന്റെ എന്ത് ചെയ്യുന്നത്? ഫ്ലോ വരുന്നത്. അപ്പൊ നമ്മുടെ ട്രാൻസിസ്റ്റർ എന്ത് ചെയ്യും? ഇറ്റ് വിൽ കണ്ടക്ട്. ഈ പ്ലസ് വി എന്ത് ചെയ്യും? ഇതുവഴി കണ്ടക്ട് ചെയ്തു പോകും, causing the transistor to conduct heavily, and this pulls the collector voltage down, making the output zero. അപ്പൊ അതിന്റെ കാരണമാവും ഈ കളക്ടറിൽ വരുന്ന വോൾട്ടേജ് കുറയ്ക്കാൻ കാരണമാവും. കാരണം ഇവിടെ ഉള്ള വോൾട്ടേജ് എന്ത് ചെയ്യും? ഇതുവഴി ഫ്ലോ ചെയ്യാണ് അല്ലെ, അല്ലെങ്കിൽ ആ ഇലക്ട്രോൺസ് ഇതുവഴി ഫ്ലോ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താവും? സീറോ ആകും. സോ ദ ഔട്ട്പുട്ട് വിൽ ബി സീറോ. അപ്പൊ A1 ആകുമ്പോ ഇവിടെ A1 ആകുമ്പോ നമ്മുടെ ഈ ട്രാൻസിസ്റ്റർ ഓൺ ആവും. ട്രാൻസിസ്റ്റർ ഓൺ ആകുമ്പോൾ ഈ പ്ലസ് വി വോൾട്ടേജിൽ നിന്നും ഗ്രൗണ്ടിലേക്ക് ഒരു ഫ്ലോ ഉണ്ടാകും. സോ Y വിൽ ബി സീറോ. ഇനി എയുടെ വാല്യൂ സീറോ ആകുമ്പോൾ നമ്മുടെ ട്രാൻസിസ്റ്റർ റീസൺ ഏത് സ്റ്റേജിലാണ്? കട്ട് ഓഫ് റീജിയനിലാണ്. അപ്പൊ അത് കട്ട് ഓഫ് റീജിയൻ അല്ലെങ്കിൽ ഓഫ് സ്റ്റേറ്റിൽ ഇരിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യില്ല? ഇത് കണ്ടക്ട് ചെയ്യില്ല. അപ്പൊ എന്താണോ ഇവിടെ ഞാൻ കൊടുക്കുന്നത് പ്ലസ് വി വോൾട്ട് അല്ലെങ്കിൽ പ്ലസ് 5 വോൾട്ട്, അത് തന്നെയായിരിക്കും ഇവിടെ എന്ത് കിട്ടുന്നത്? എനിക്ക് ഔട്ട്പുട്ട് വൈയിൽ കിട്ടുന്നത്. അപ്പോൾ 1 കൊടുത്താൽ 0 കിട്ടുകയും 0 കൊടുത്താൽ 1 കിട്ടുകയും ചെയ്യുന്ന സർക്യൂട്ടുകളാണ് ഇൻവെർട്ടർ സർക്യൂട്ട് എന്ന് പറയുന്നത്. അതിന്റെ ലോജിക് സിമ്പിൾ ആണ് നമ്മൾ ഈ വരച്ചതെങ്കിൽ നമ്മൾ ആക്ച്വലി ഇങ്ങനെ ഒരു സർക്യൂട്ടിനെ ഒരു ലാബിൽ ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒരു ഓപ്പറേഷൻ ചെയ്യുന്ന സർക്യൂട്ടിനെ ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഇങ്ങനെ ട്രാൻസിസ്റ്ററിനെ കണക്ട് ചെയ്യേണ്ടി വരും. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? 3 ബേസിക് ഗേറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ബാക്കി എന്ത് ചെയ്യാം? യൂണിവേഴ്സൽ ലോജിക് ഗേറ്റ്സും ബാക്കി എന്ത് ചെയ്യാം? നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പൊ താങ്ക് യു.